اتفضل حبيبي. ബഷീർ മലപ്പുറത്ത് നിന്ന് അല്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങോട്ട്? യൂട്യൂബിൽ ഇങ്ങനെ കാണാൻ തുടങ്ങിയപ്പോൾ മുതൽ തുടങ്ങിയ ഒരു ആകർഷണമുണ്ട്. ആകർഷണമാണ് ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുവന്നത്. അപ്പോ ഇത്ര ലളിതമായി കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോ കൂടുതൽ ജസ്റ്റ് ഒന്ന് കാണാനൊരു വലിയ ആഗ്രഹം. ലളിതമായി പോയല്ലേ? ഒത്തിരി ലളിതമായി പോയല്ലേ? കുറെ നമ്മളെ സങ്കല്പങ്ങളൊക്കെ അതിന് ഒഴിഞ്ഞു പോയി. അപ്പോ അങ്ങനെ ഒരാളായിട്ട് ഇത്ര ആളായിട്ടൊന്ന് കണ്ടുമുട്ടാന്ന് വലിയ പൂതി. ഇങ്ങനെയാണ് എത്തിയത്. കണ്ടുമുട്ടിയ നമുക്ക് കണ്ടുമുട്ടുക എന്ന് പറയുന്നൊരു ഭാഗം നമ്മളിൽ തന്നെയാണ്. നമ്മൾ നടന്നു പോകുമ്പോൾ പെട്ടെന്നൊരു അടിയുണ്ടാകുന്നു, ഒരു വഴക്കുണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരാൾ ദ്രോഹിക്കുന്നു, നമ്മളിലൊരു വേദന ഉണ്ടാവും. ഇത് നമ്മൾ പരസ്പരമുള്ള ബന്ധമാണ്. ആ വേദന ഇല്ലെങ്കിൽ അവനുമായിട്ട് യാതൊരു ബന്ധമില്ലെന്നുള്ളതാണ്. ഒരു മനുഷ്യൻ വേദനിക്കണ കാണുമ്പോൾ നമ്മളിൽ വേദന ഉണ്ടാകും. ആ വേദന അവിടെ വരുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് ആരുമായിട്ടൊരു ബന്ധമില്ല. നമ്മളെപ്പോലെ തന്നെ ഒരു ജീവി വിശപ്പ് പട്ടിണി കിടക്കുമ്പോഴത്തേക്കും വേദന വന്നിട്ട് നമ്മൾ ആഹാരം കൊടുക്കണം. ആ വേദന നമ്മളിൽ ഒരു ഉണർവുണ്ടാ. അല്ല, ആക്സിഡന്റിൽ മരിക്കുന്നതും അവിടെ നമുക്കൊന്നും ചെയ്യാനില്ല. അവിടെ നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല. നമ്മളുമായിട്ട് ബന്ധമുള്ള ഒട്ടനവധി ആൾക്കാരുണ്ടല്ലേ, അവരുമായിട്ടുള്ള നമ്മുടെ ബന്ധം അത് മുന്നോട്ട് കൊണ്ടുപോയാൽ മതി. അവിടെ ഉണ്ടാകുന്ന ഈ വേദന മാത്രമല്ലല്ലോ അവിടെ ഉള്ളത്. വേദന മാത്രമല്ല ഉള്ളത്, അതിനപ്പുറത്തോട്ട് പലതും ഉണ്ടാകുന്നുണ്ട്. അതിനെല്ലാത്തിനും അനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. വേദനയും സന്തോഷവും മാത്രമേ എല്ലാവരുടെയും ശ്രദ്ധയിലുള്ളൂ. ഇതിനിടയിൽ ഒട്ടനവധി അനുഭവങ്ങളുണ്ട്. പല വിധത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള മാനസികാവസ്ഥ ഇതിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. ഇതെല്ലാം ചേർന്നാണ് നമ്മളാക്കുന്നത്. ഇത് നമ്മളിൽ ശ്രദ്ധേയമാകുന്ന വേദന, സന്തോഷം, ഇത് രണ്ടും മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒട്ടനവധിയുണ്ട്. ഇതെല്ലാം ചേർന്നാണ് ഒരു വ്യക്തിയായിട്ട് നിലനിൽക്കുന്നത്. ആ വ്യക്തിയായിട്ടുള്ള ബോധം തെളിഞ്ഞു വരുമ്പോൾ അത് സന്തോഷവുമല്ല, ദുഃഖവുമല്ല, വേദനയല്ല, ഒന്നുമല്ല. അത് പരമാനന്ദമാണ്. മനസ്സിലായി? നിത്യാനന്ദമാണ്. മനസ്സിലായി? കാരണം വേറെ ഒന്നും ചെയ്യാനില്ല എന്നുള്ള പരിപൂർണ ബോധ്യമാണ്. വേറെ ഒന്നും ചെയ്യാനില്ല. ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണോ അത് തന്നെ തുടരുക എന്നുള്ളതല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പൊ ലോകത്ത് എത്ര കോടിക്കണക്കിന് മനുഷ്യരുണ്ടായിട്ടും ഈ മനുഷ്യർക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റാത്തത് അവനവനോട് താല്പര്യമില്ലാത്തത് കൊണ്ട് മാത്രമാണ്. അല്ലാത്ത വേറെ ഒന്നും കൊണ്ടല്ല. ലോകത്തിലെ അക്രമവും അസ്വസ്ഥതയും ദാരിദ്ര്യവും ദുഃഖവും ഉള്ളത് അവനവനോടുള്ള താല്പര്യം ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ്. അവനോട് താല്പര്യം ഉണ്ടെങ്കിൽ ആഹാ, കാര്യങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങും. ഞാനിങ്ങനെയാണല്ലേ, ഞാൻ വേദനിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നറിയുന്നവൻ അന്യന്റെ വേദനയ്ക്കും ഉള്ള കാരണത്തെ മനസ്സിലാക്കും. എന്നിട്ട് അവിടെ അവന്റെ സാന്നിധ്യം നമുക്ക് എത്തിച്ചു കൊടുക്കാവുന്നിടത്ത് എത്തിച്ചു കൊടുത്താൽ പോരെ? അത്രേ ഉള്ളൂ. എൻ്റെ കൈക്ക് നീളം ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇത്രയുള്ള കാര്യം ചെയ്താൽ മതി. ഇതിനപ്പുറത്തോട്ടുള്ള കാര്യം ചെയ്യാൻ പറ്റത്തില്ല. നീളത്തിൽ ഇതെങ്ങനെ നീട്ടിയാലും ഇത്രേ നീളമുള്ളൂ. ഉള്ള കാര്യം അണ്ണാരക്കണ്ണനും തന്നാലായത് മാത്രം ചെയ്താൽ മതി. ആനപ്പുറത്താണ് ഇരിക്കുന്നതെങ്കിലും അണ്ണാനും തന്നെയാണ് അല്ലേ? ആനയാകത്തില്ല. ഭൂമിയുടെ പുറത്താണ് ഇരിക്കുന്നത്. ഭൂമിയുടെ പുറത്ത് മുഴുവൻ നമുക്ക് അവകാശം ഉണ്ടെന്നുള്ള വെറും തോന്നല.
നമുക്ക് നമ്മുടെ ഉള്ളിലുള്ളതിന് മാത്രമേ അവകാശമുള്ളൂ. ഭൂമി ആനയെപ്പോലെ അങ്ങനെ ഭയങ്കര വലിയ വലിപ്പമാണ്. പക്ഷെ ഭൂമിയുടെ പുറത്ത് നമുക്ക് അധികാരം ഉണ്ടെന്നുള്ളത് വെറും മണ്ടം ബുദ്ധിയാണ്. അധികാരം നമ്മുടെ ഉള്ളിലുള്ളതിൽ മാത്രമേ ഉള്ളൂ. നമ്മുടെ ആ തോന്നൽ മാത്രം മാറ്റിയാൽ മതി. എനിക്ക് ഇതെല്ലാം വെട്ടിപ്പിടിക്കാം. വെട്ടിപ്പിടിച്ചിട്ട് കൊക്കിൽ ഒതുങ്ങുന്നില്ല, ഇറക്കാനോട്ട് പറ്റുന്നില്ല, മധുരിച്ചിട്ട് തുപ്പാനും പറ്റുന്നില്ല. അവന് അറിവ് കൊണ്ട് പണ്ടാരോടങ്ങുക, അല്ലാണ്ട് വേറെ ഒന്നും സംഭവിക്കണില്ല. ഒരുപാട് പേര് ഭൂമിക്കപ്പെട്ടിട്ടുണ്ടല്ലേ? ആ, അതില് കാലം എന്നും കാലചക്രത്തിന്റെ സ്വഭാവം. ഒരു വൃക്ഷം അത് പടുകൂറ്റൻ വൃക്ഷമായി അതൊരു സുപ്രഭാതത്തില് അത് കടപുഴകി മറിഞ്ഞ് താഴെ വീഴുന്നു. വീണ്ടും അതിന് ചവിട്ടിൽ നിന്ന് ഒട്ടനേകം. അത് പ്രകൃതി പ്രപഞ്ചം. അതിൽ നമ്മൾ ഒരിക്കലും ദുഃഖിക്കുകയോ അനുതപിക്കുകയോ ഒന്നും ആവശ്യമില്ല. നമ്മൾ നമ്മളായിട്ടിരിക്കുമ്പോൾ നമ്മളുടെ അടുത്ത് പരിസരത്ത് നമ്മളുണ്ടോ, എൻ്റെ അടുത്ത് ഞാനുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. എൻ്റെ അടുത്ത് ഞാനല്ലാത്ത ഒന്നിനും എനിക്കറിയാൻ പറ്റത്തില്ല. എൻ്റെ അടുത്തുള്ള ഞാൻ മാത്രമേ ഞാൻ അറിയത്തുള്ളൂ. ഞാനും ബഷീറും ജെന്നിയും ഷാഫിയും ഇതെല്ലാവരും ഞാൻ തന്നെയാണെങ്കിൽ അവിടെ സഹവസിക്കാം. ആ ഞാൻ എന്ന് പറഞ്ഞ അവസ്ഥ യോജിപ്പിക്കുന്ന ശക്തിയാണ് നമ്മൾ ഈശ്വരനെന്ന് പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഒരു കാര്യമില്ല. പുസ്തകം ഒന്ന് എടുത്ത് മാറ്റിയാൽ ശരിക്കുള്ള ഈശ്വരനെ കാണാം. അയോജിപ്പ് കാണാം. അത്രയുള്ള പുസ്തകം വേറെ ഒന്നും ചെയ്തിട്ടില്ല. പുസ്തകം പറഞ്ഞു നിന്നിൽ ഈശ്വരനുണ്ടെന്ന്, പക്ഷെ നീ പുസ്തകത്തിൽ തന്നെ ഈശ്വരനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുക. നിന്നിൽ ഈശ്വരനുണ്ടെന്ന് പുസ്തകം പറഞ്ഞപ്പോൾ പുസ്തകത്തിൽ ഈശ്വരനുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ച് അത്രേ ഉള്ളു. ഇങ്ങനെ ഒരു യഥാർത്ഥം ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചപ്പം ആ യഥാർത്ഥത്തിലേക്ക് നോക്കുന്നതിന് പകരം പേരെല്ലാം നോക്കിയത്. വിരലിലേക്ക് നോക്കി. അതെ അതെ അതെ. അങ്ങനെ ഒട്ടനവധി കഥകൾ. അവന്റെ കഥ കഴിഞ്ഞു. കഥ കേട്ട് ഇത് പണിയെടുക്കണം. എല്ലുമുറിയെ പണിയെടുക്കണം. എന്നാ പല്ലുമുറിയെ തിന്നാം. ശരീരം ശരിക്കും അനങ്ങണം, ചലിക്കണം. നമ്മൾ ചലിപ്പിച്ച് കഴിയുമ്പോൾ ഇത് ചലിക്കാനുള്ള കാരണത്തെ കണ്ടെത്തും. ശരിക്കും കഠിനാധ്വാനം ചെയ്തു, ഒന്നിനു വേണ്ടിയിട്ടും അല്ലാതെ എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അധ്വാനിക്കാൻ പോകരുത്. അപ്പൊ കുഴഞ്ഞു പോകും, അപ്പൊ എല്ലൊടിഞ്ഞു പോകും. ബഷീർ ഈ സൈക്കോളജിയാ, കൗൺസിലിംഗ്. അതെ അതെ, ആ ആ ആ ആ അല്ല, ഈ ഒരു ആറ്റിറ്റ്യൂഡ് ജനങ്ങൾക്ക് വന്നത് വ്യാവസായിക വിപ്ലവത്തിന് ശേഷമാണെന്ന് ചരിത്രപരമായിട്ട് നമ്മൾ അനലൈസ് ചെയ്യാറുണ്ട്. അതായത് ഏത് സാധനം വ്യാവസായികമായിട്ട് ഉൽപ്പാദിപ്പിക്കുക, നേട്ടമുണ്ടാക്കാൻ വേണ്ടി മാത്രം ഒരു കാര്യം ചെയ്യുക, ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അതിന് പ്രാമുഖ്യം നൽകുക. എന്നിട്ട് ഏത് സാധനമാണെങ്കിലും അങ്ങനെയാണ്, ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൃത്രിമ സാധനങ്ങൾ വെച്ചിട്ട്. ഇതിന്റെ ആരംഭം മനുഷ്യൻ ദൈവത്തെ പറ്റി പറയാൻ തുടങ്ങിയപ്പോൾ തൊട്ട് തുടങ്ങിയതാ മനുഷ്യന്റെ പ്രശ്നം. പറയാൻ തുടങ്ങിയപ്പോ അപ്പൊ തൊട്ട് തുടങ്ങിയതാ. കാരണം മറ്റുള്ള മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനാണ്, നമുക്ക് ദൈവത്തെ അറിയാം എന്ന് പറഞ്ഞപ്പോ തൊട്ട് മൃഗത്തിൽ നിന്നും ബാക്കിയുള്ള ജീവജാലങ്ങൾ എല്ലാത്തിൽ നിന്നും മനുഷ്യൻ തന്നെ മനുഷ്യനെ വേർതിരിച്ചു, വ്യത്യസ്തനാക്കി. ആ വ്യത്യാസം കൊണ്ടാണ് മനുഷ്യന് ഈ ദുരന്തം മുഴുവൻ ഉണ്ടായത്. ദൈവത്തിന്റെ സങ്കല്പം മാത്രമായി. അതോടെ അവന്റെ തനിമ അവന് തിരിച്ചറിയാൻ പറ്റാണ്ടായി. മൃഗത്തേക്കാൾ താഴെ. കാരണം മൃഗം പരസ്പരം കൊല്ലത്തില്ല, മനുഷ്യൻ പരസ്പരം കൊല്ലുക. മൃഗത്തിന് സ്വസ്ഥതയില്ല, ഒന്നുമില്ല മനുഷ്യന്. മനുഷ്യൻ ഏറ്റവും ശ്രേഷ്ഠനാണെന്ന് പറയുകയും ആ ശ്രേഷ്ഠത ആശുപത്രി കൊണ്ടുപോയി മരുന്ന് മേടിച്ചാണ് ആ ശ്രേഷ്ഠത അനുഭവിക്കുന്നത്. ഒന്നുമില്ല, ഒരു രോഗം നമ്മളിലില്ല. രോഗം വരുന്നത് നമ്മളോട് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. നമ്മൾ വാങ്ങുന്ന ഒരു വാഹനം, അതിൻ്റെ അകത്ത് ഇന്ധനം എന്താണ് ഒഴിക്കേണ്ടത്, അതിനകത്ത് ഓയിൽ എന്തോരം ഒഴിക്കണം, ഇതൊക്കെ അറിഞ്ഞ് അതിൻ്റെ അളവിലല്ലേ ഒഴിക്കത്തുള്ളൂ. ഇത് ഭക്ഷണം വാരി വലിച്ച് നിറച്ച് നിർത്തിയിട്ട് പാടില്ല, മനസ്സിലായ, വേണ്ടാത്ത ഭക്ഷണം മുഴുവൻ കഴിച്ച് അവനോട് കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് വേണ്ടാത്ത ഭക്ഷണം കഴിക്കുക.
അതിനൊക്കെ വലിയ ക്രൂരത വേറെ ഒന്നുമില്ല. അവിടെ അവര് ഭക്ഷണം കഴിക്കുന്ന ഭാഗത്തിനെ കുറിച്ചല്ല, ഭക്ഷണത്തിനാണ് കുറ്റം പറയുന്നത്. ഭക്ഷണം നല്ല രീതിയിൽ കഴിക്കുന്ന ഒരു കുഴപ്പമില്ല. അല്ല, ബഷീറിനെ ചൂണ്ടിയെ കാണിച്ചും കുഴപ്പം പറയാൻ ഒത്തിരി ഉണ്ടല്ല. ബഷീർ നടന്നത് ശരിയായില്ല, ബഷീർ ചെയ്തത് ശരിയായില്ല. സ്വന്തം കുറ്റം പറയാനായിട്ട് എങ്ങനെ സാധിക്കും? സ്വന്തം കുറ്റം പറയാൻ സാധിക്കില്ല, തിരുത്താനേ പറ്റത്തുള്ളൂ. സ്വന്തം കുറ്റം പറയാൻ പറ്റത്തില്ല, സ്വന്തം കുറ്റം എന്ത് ചെയ്യാം? തിരുത്താൻ പറ്റും. അപ്പൊ എന്ത് വേണം? ശ്രദ്ധ വേണം. സ്വന്തം കുറ്റം എന്താണ്? ഞാനായിട്ട് ഇരിക്കാത്തതാണ് എൻ്റെ കുറ്റം. അത് തിരിച്ചറിയണം, അധ്വാനിക്കണം. ശരിക്കും കഠിനാധ്വാനം വേണം. കാരണം എൻ്റെ കുറ്റത്തെ പറ്റി എനിക്കൊരു അക്ഷരം പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ തെറ്റെന്ന് പറയുന്നത് എങ്ങനെയാണ് ഉറപ്പിക്കുന്നത്? ഞാൻ തെറ്റാകുന്നത് എങ്ങനെയാണ്? എൻ്റെ പ്രവൃത്തി മോശമാകുമ്പോഴാണ്. ഈശ്വരനായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് വിട്ട് വേണ്ടാത്ത കാര്യമായിട്ടുള്ള ബന്ധം വരുമ്പോഴാണ്. അതാ സ്പോട്ടിലാ തിരുത്തേണ്ടത്. എൻ്റെ കുറ്റം എനിക്ക് പറയാൻ പറ്റത്തില്ല, എൻ്റെ കുറ്റത്തെ എനിക്ക് അപ്പോൾ തിരുത്താനേ പറ്റുള്ളൂ. ആ സ്പോട്ടിൽ തിരുത്താനേ പറ്റുള്ളൂ. ആ സ്പോട്ടിൽ അപ്പൊ തിരിച്ചറിവ് വേണ്ടേ, ശ്രദ്ധ വേണ്ടേ. തുടർന്ന് എങ്ങനെയാണ് ശ്രദ്ധിക്കുന്നത്? ഇതാരെ കൊണ്ട് നടക്കും? ആർക്ക് ജീവിക്കണം? അവനെ കൊണ്ട് നടക്കും. മിക്ക ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എത്ര നേരം ഈ കോൺസെൻട്രേഷൻ? ഞാൻ നിങ്ങളോട് താല്പര്യമുള്ളിടത്തോളം കാലം കോൺസെൻട്രേഷൻ മതി, അത് കഴിഞ്ഞിട്ട് വേണ്ട. ഇതൊരു ആസ്വദിക്കുന്ന ഭാഗമല്ലേ? ഏറ്റവും വലിയ വിനോദമല്ലേ? ഇത് കഴിഞ്ഞിട്ടുള്ള വിനോദമേ ഉള്ളൂ. ഇതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിനോദം. ഈ ഭാഗം വിനോദമായിട്ട് അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ബാക്കി കിട്ടുന്ന ഒന്നും വിനോദമാകത്തില്ല. അത് പിന്നെ ഓർത്ത് ദുഃഖിക്കേണ്ടി വരും. ഇതൊരിക്കലും ഓർത്ത് ദുഃഖിക്കേണ്ടി വരികയില്ല. ഓർത്ത് ദുഃഖിക്കേണ്ടി വരത്തില്ലായിരിക്കും. അനുഭവിക്കുന്നതോറും അനുഭവിക്കാനുള്ള താല്പര്യം കൂടിക്കൊണ്ടിരിക്കും. ഭയവുമില്ല. ഇത് പരിചയമില്ലാത്ത ഒരാൾക്ക് ഇപ്പൊ ഇതെന്താണ് ഒരു വഴിയാണ് തുടങ്ങേണ്ടത്? ഇയാളുടെ പരിചയം ഇല്ലായ്മ തന്നെ ഇയാളിങ്ങനെ നമ്മളിങ്ങനെ അന്തം വിട്ടായിരിക്കും നോക്കണത്. ഇവനെന്ത് വട്ടാടാ? ആദ്യത്തെ സംശയം അതാ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും ഏറ്റവും കൂടുതലുള്ളത്. ഇവരെന്ത് വിച്ചുമ്പയാണ് പറയണത്. അപ്പൊ ആ വിഭാഗം ആൾക്കാരിങ്ങനെ ഒരു ഭാഗത്തോട്ട് മാറി നിൽക്കും. അതിനിടയിൽ ബഷീറിനെ പോലെയുള്ള ചില പൊട്ടന്മാര് നമ്മളെടുത്ത് വരും. വന്നിട്ട് നിങ്ങൾക്ക് ചില അനുഭവങ്ങളുണ്ടാവും. നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് നിങ്ങളുമായിട്ട് സമ്പർക്കമുള്ള, ഇപ്പൊ ഞാനുമായിട്ടും സമ്പർക്കമുള്ള കുറെ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. വിരലിൽ എണ്ണാവുന്ന 1-2 പേരുണ്ടാവും അവിടെ ഇവിടെയൊക്കെ. അവര് ഉണർന്നു വരുമ്പോൾ അതിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഇവൻ എന്തോ പറഞ്ഞിട്ട് എന്തോ കാര്യമുണ്ട് എന്ന് തോന്നിക്കുന്ന ആൾക്കാരുടെ എണ്ണം അവിടെ ഇവിടെ വർദ്ധിച്ചു വരും. നമ്മൾ ഒരു സംഘടന ഉണ്ടാക്കുന്നില്ല, ഒരു മതം ഉണ്ടാക്കുന്നില്ല, അങ്ങനെ നമ്മൾ ഒന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് ഇത് വളരെ രഹസ്യമായിട്ട് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. എന്നാൽ നമ്മൾ രഹസ്യ സ്വഭാവത്തിന് യാതൊരു സ്ഥാനം കൊടുക്കുന്നില്ല, എല്ലാം പരസ്യമാണ്. പക്ഷെ സംഘടന ഉണ്ടാക്കുന്നില്ല, ആരെയും നന്നാക്കാമെന്ന് പറയുന്നില്ല. അതുകൊണ്ട് ഇതുമായിട്ട് ബന്ധമുള്ള ആൾക്കാരിങ്ങനെ സമൂഹത്തിൽ ഇങ്ങനെ അവിടെ ഇവിടെയും ഉണരാൻ തുടങ്ങും. അതിൻ്റെ ശക്തി ആരും അറിയത്തില്ല. അവനവൻ്റെ ശക്തി വേറുള്ളവർ പറഞ്ഞിട്ടല്ലല്ലോ അറിയേണ്ടത്. ഇതിങ്ങനെ വളരെ രഹസ്യമായിട്ട് ശാന്തമായിട്ട് ഇങ്ങനെ ഉണരാൻ തുടങ്ങും. അവർ പോലും അറിയാതെ ആരൊക്കെയാണ് എതിർക്കുന്നത്, ഈ എതിർക്കുന്ന ആൾക്കാർ പോലും അറിയാതെ അവരിതിനകത്തോട്ട് ലയിക്കും. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. തീർച്ചയായിട്ടും മഴക്കാറ് വരുമ്പോഴത്തേക്കും എല്ലാവരും പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഒരു കുട എടുത്തേക്കാം അല്ലേ? മഴക്കാറാണല്ല എന്ന് ചിന്തിപ്പിക്കുന്ന ഒരു ശക്തി അവിടെ ഉണ്ടല്ലോ. ഇതറിയാതെ തന്നെ അവൻ ഉണരുകയാണ്. ഇതങ്ങനെ അവനവൻ്റെ ചിന്തയ്ക്ക് അതീതമായിട്ടുള്ള ഒരനുഭവമല്ലേ ജീവന്റെ പ്രകാശം. അത് ആർക്ക് എതിർക്കാൻ പറ്റും? അവന്റെ ബുദ്ധിയിലാണ് അവനെല്ലാം ബലം പിടിച്ചിരിക്കുന്നത്. പക്ഷെ അവന്റെ ബുദ്ധിയെ തൊടാത്തൊരു സംഭവം ഇവനിലോട്ട് കടന്നു വരികയാണ്. ഇവൻ പോലും അറിയാതെ അവൻ സമാധാനത്തിലുണ്ടാവും. പലർക്കും ഈ ബുദ്ധി നല്ലപോലെ വർക്ക് ചെയ്യിച്ചത് കൊണ്ടാണോ പ്രശ്നം ഉണ്ടായത്? ഒരു സംശയം വേണ്ട. അപ്പൊ ബുദ്ധിയിൽ നിൽക്കുന്നവൻ അവന്റെ ബുദ്ധിയെ മാത്രം ശ്രദ്ധിച്ച് നിൽക്കുകയും, പക്ഷെ ബുദ്ധി അല്ലാത്ത പല അനുഭവങ്ങളും ഇവനിലോട്ട് കടന്നു വരുന്നുണ്ട്. നമ്മളൊട്ടും ഒരു സംഘടനയാ
ആരെയും നന്നാക്കാവുന്ന സമൂഹം വൃത്തികെട്ടാണെന്ന ഒന്നും നമ്മൾ പറയുന്നില്ല. നമ്മൾ അങ്ങനെ ഒരു ഭാഗത്തോട്ട് നമ്മൾ തലയിടുന്നില്ല. അതതിൻ്റെ ഒഴുക്കിന് അങ്ങനെ പോകും. ചിലപ്പോൾ വായിന്ന് വീണിട്ടുണ്ടാവും സമൂഹം വൃത്തികെട്ടാണെന്നൊക്കെ ആണല്ലോ. പ്രത്യേകിച്ച് എടുത്ത് പറയില്ല. കാരണം അതിന് വൃത്തിയില്ല, ഉണ്ടാകത്തില്ല ഒരിക്കലും. കാരണം അവർ തന്നെ എടുക്കുന്ന തീരുമാനം അതിനെങ്ങനെ വൃത്തി ഉണ്ടാകുന്നത്? ഞാൻ തീരുമാനിക്കും ഇതൊക്കെ ഇവിടെയൊക്കെ ഇങ്ങനെ ബഷീറും ജിനിയൊക്കെ ഇങ്ങനെയൊക്കെയാണ് നടക്കേണ്ടത് എന്ന് തീരുമാനിച്ചത് വൃത്തികേടല്ലേ? നമുക്കെന്ത് അധികാരം മറ്റുള്ളവരൊക്കെ ഇങ്ങനെയാണ് നടക്കേണ്ടതെന്ന് പറയാൻ? ഞാൻ എങ്ങനെയാണ് നടക്കണമെന്ന് നോക്കാനുള്ള അധികാരമല്ലേ എനിക്കുള്ളൂ. അതിന് വൃത്തികെട്ടാണെന്ന് എടുത്തു പറയേണ്ട കാര്യമില്ല. അതങ്ങനെ തന്നെയാണ്. ഇനി അതിനെ വൃത്തിയാക്കാനോട്ട് പോവുകയും വേണ്ട. കാരണം നടക്കില്ല. മനസ്സിലായ? നമ്മൾ വൃത്തിയായിട്ട് ഇരുന്നാൽ മതി. നമ്മൾ വൃത്തിയായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ വൃത്തി ആഗ്രഹിക്കുന്നവർ, അവരുമായിട്ട് ബന്ധമുള്ളവർ അത് തനിയെ ഉണ്ടായിക്കോളും. നമ്മൾ ലോകത്തെ നന്നാക്കാൻ പോകണ്ട. ഈ ലോകത്തെ നന്നാക്കാൻ നടക്കുന്നവരാണ് ഏറ്റവും പ്രശ്നക്കാർ. അവനവൻ നന്നായിട്ടിരിക്കുന്നുണ്ടാവും നോക്കുന്നവൻ, അവനെന്നും ശാന്തി സമാധാനം. പക്ഷെ അത് സ്വന്തം പ്രശ്നമായിട്ട് കണ്ടിട്ട് അതിൽ ഇടപെടുന്നതിനെ കുറിച്ച് എന്താ പറയുക? ഇടപെടാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഒന്നും പറയേണ്ട കാര്യമില്ല. അവൻ ഇടപെട്ടുള്ളൂ. അതിനകത്തുനിന്ന് അവന് കിട്ടേണ്ട വൈതരണി പണി കിട്ടുന്നത് വരെ അവൻ ഇടപെടും. ഒരാള് വേദനിക്കുന്നത് കാണുമ്പോ അത് എന്റെ തന്നെ വേദനയായിട്ട് ഞാൻ കാണുമ്പോ അവിടെ ചെയ്യേണ്ട കാര്യം ചെയ്യും. അത് പെർഫെക്റ്റ് ആയിരിക്കും. ഒരാൾ വീഴാൻ പോകുന്നു, നമ്മൾ കയറി പിടിക്കുന്നത് ഈശ്വരൻ നമ്മളെ കൊണ്ട് പിടിപ്പിക്കുന്ന. അല്ലാണ്ട് ഞാൻ അയാള് വേദനിക്കൂല, അയാളെ രക്ഷപ്പെടുത്താൻ ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. നാച്ചുറലി സംഭവിക്കുന്നത് ഒരു ഹെൽപ്പല്ല. മനസ്സിലായി? എൻ്റെ അടുത്ത് നിൽക്കുന്ന ഞാൻ വീഴാൻ പോകുമ്പോൾ എൻ്റെ കൈ വർക്ക് ചെയ്യും. അത് നാച്ചുറൽ സ്റ്റിമുലയാ. അല്ല ഞാനവനെ ശിക്ഷിക്കേണ്ടതാണ്. അവൻ ആരാണ് നോക്കട്ടെ. ആഹാ, അത് സഹായം. ഇത് സഹായമല്ല, ഇത് ജീവിതമാണ്. ഇങ്ങനെ പോയാൽ പറ്റുള്ളൂ. മറ്റേത് ഇങ്ങനെ കൈ പോകുമ്പോ കുറിയുണ്ടോ തലകെട്ടുണ്ടോ അതാണ് സഹായം. നമ്മളാവശ്യത്തിന് കഴിയുന്നില്ല. ഇത് ഈ വെള്ളം ഒഴുകുന്ന പോലെയാണ്. വെള്ളം എന്നിങ്ങനെ ഒഴുകി അതൊരു പ്രത്യേക സ്ഥലത്ത് വരുമ്പോൾ അത് തടാകമാവും അല്ലേ? അവിടെ ശാന്തമാവും, നിശ്ചലമാവും. അത് നമുക്കിങ്ങനെ തെളിഞ്ഞു കാണാം എന്ന് പറഞ്ഞ പോലെയാണ് നമ്മൾ ഇരിക്കേണ്ടടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് തെളിഞ്ഞു കാണാം. വേണ്ടാത്ത കാര്യത്തിൽ പോയി തലയിട്ട് കഴിഞ്ഞാൽ ഇത് മുഴുവനും കലക്കൊള്ളത്തിൽ മീൻ പിടിക്കണ പോലെ ഇരിക്കും. എന്തെങ്കിലും കിട്ടിയാന്ന് വെച്ചാൽ കിട്ടും, പക്ഷെ ഗുണമില്ല. പക്ഷെ ഇതിങ്ങനെ നിശ്ചലമായിട്ട് ഇങ്ങനെ ശാന്തമായിട്ടിരിക്കുമ്പോൾ ഇതിങ്ങനെ തെളിഞ്ഞു വരും, ഫുൾ ക്ലിയർ ആവും. ഇതെന്താണ് ഇതിൻ്റെ ബ്ലൂ പ്രിൻ്റ്, ഇതിങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യണമെന്ന് നമുക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണാം. എന്നാലല്ലേ ഒരു വ്യക്തിക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇത് അവനവൻ എന്താണെന്ന് ഒരു പിടുത്തവും ഇല്ല. അവനവനെ കൊണ്ടുപോയി ശാന്തനും സ്റ്റില്ലായിട്ട് നിൽക്കണം എന്നാണ്. തീർച്ചയായിട്ടും അവൻ്റെ ഉള്ളിൽ ശാന്തത. ഞാൻ ഈ ഓടുകയും ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിൽ ശാന്തത നഷ്ടപ്പെടുന്നില്ല. ഞാൻ വെള്ളം തന്നെയാ, ഞാൻ ജലം തന്നെ. എങ്ങനെ കലങ്ങിയാലും ഇത് വെള്ളം തന്നെയാ. ഈ ശാന്തതയിൽ കൈവരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ രൂപത്തെ കാണാം, സ്വരൂപത്തെ കാണാം. സ്വന്തം രൂപം, അതാണ് സ്വരൂപം. സ്വന്തം രൂപത്തെ കാണാത്തവൻ അവൻ ഒരുപാട് അരൂപികളെ കാണും. മൊത്തം പ്രശ്നം അവിടെ നിന്ന് രൂപി, ഇവിടെ നിന്ന് രൂപി, വയ്യാവിയാവും. നേരത്തെ പറഞ്ഞ പോലെ ഡിസ്ട്രാക്റ്റഡ് ആണ്. ഇത് വളരെ രസമല്ലേ? നമ്മളിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങി നമ്മൾ നമ്പറൊക്കെ കൊടുത്ത് ആൾക്കാർക്ക് വിളിക്കുന്നവരോട് നമ്മളൊരു വാക്ക് പറയുന്നു, അവരുടെ ജീവിതത്തിൽ വലിയ ആശ്വാസം ഉണ്ടാകുന്നു. നമ്മളിവിടെ നിലനിൽക്കാൻ കാരണമായിട്ടുള്ള വ്യവസ്ഥയെ കൂടുതൽ ഉണർത്തുകയാണ്. നമ്മളാകാനുള്ള കാരണം ഓരോ മനുഷ്യനും അവനെ തിരിച്ചറിയുമ്പോൾ ഞാൻ വളരുക. ഭയങ്കര സ്വാർത്ഥനാണ് കേട്ടോ. എൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് അല്ലേ? കാരണം മനുഷ്യ ജന്മത്തിന് മനുഷ്യന് ഉതകുന്നില്ലെങ്കിൽ പിന്നെ വേറെ എന്തിനാണ്? മനുഷ്യ ജന്മത്തിനാണ് ഉതകേണ്ടത്. മനസ്സിലായ? ഇത് കോൺട്രിബ്യൂഷൻ ഒന്നുമല്ല, ഇത് പ്യുവർ സ്വാർത്ഥതയാണ്. എനിക്ക് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ
ഞാൻ എന്ന് പറയുന്ന അവസ്ഥ എല്ലാം നന്നായിട്ട് അനുഭവിക്കണ്ടേ? അതെ, എക്സ്പാൻഷൻ. ഒരു പുഴു ഇങ്ങനെ ചലിക്കണമെന്നുണ്ടെങ്കിൽ, ഒരു ചെറിയൊരു പുഴു ചലിക്കണമെന്നുണ്ടെങ്കിൽ ഇതേ ശക്തി തന്നെയാണ് അവിടെ. അല്ലാണ്ട് വേറൊരു ശക്തി വന്നിട്ടല്ല ഒരു പുഴുവിനെ ചലിപ്പിക്കുന്നത്. ആ പുഴുവിനെ സംബന്ധിച്ചിടത്തോളം അത് അതിന്റെ രാജകീയമായിട്ടുള്ള പ്രൗഢിയിൽ ഈശ്വരത്തിലാവണം. ഒരു കിളി വന്നത് ഒന്ന് ബും പൊക്കി കൊണ്ടുപോയി, വിഴുങ്ങി. പുഴുവിനൊരു പരാതിയില്ല. പുഴുക്കൂട്ടങ്ങളെല്ലാം കൂടി കിളികൾക്കെതിരെ സമരമില്ല. ഇല്ല, മനസ്സിലായി. നമ്മൾ സമരം ചെയ്ത് എന്ത് കാര്യത്തിനാ? മനുഷ്യനെതിരെ സമരം ചെയ്യുന്നു. എന്ത് കാര്യത്തിനാ? ബഷീറിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ബലം പിടിച്ച് വാങ്ങാൻ പറ്റുമോ? ഒന്നും പറ്റത്തില്ല. ആരുടെ നിന്നും ബലം പിടിച്ച് എന്തെങ്കിലും വാങ്ങിയിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരു ഗുണവുമില്ല. ശാന്തി, സമാധാനം നമുക്ക് വേണ്ടത് മുഴുവനും നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്തേ തിരിച്ചറിയാഞ്ഞത്? ഒന്ന് ഉണർന്നാ മതിയേ. ചിലവർ ഞെട്ടി ഉണർന്ന കഥകളൊക്കെയാണ്. അപ്പൊ പലവരും എന്നോട് ചോദിക്കും, നിങ്ങൾക്ക് എന്താണ് ബോധോദയം ഉണ്ടായത്? ഞാൻ പറഞ്ഞു, അങ്ങനെ എൻ്റെ തലയിൽ ഒരു തേങ്ങയും വീണിട്ടില്ല. ഇത് എല്ലാവർക്കും ഉള്ളതാണ്. അല്ലാണ്ട് ഈ ആകസ്മികമായിട്ട് ഉണ്ടാകേണ്ടതൊന്നല്ല. ഇത് നിരന്തരം നിങ്ങൾ പ്രവർത്തിക്കും തോറും നിങ്ങൾക്ക് മനോഹരമായിട്ട് തിരിച്ചറിയാവുന്ന ഒന്നാണ്. അല്ലാണ്ട് ഏതോ ഒരു കാലഘട്ടത്തിൽ ഒരു ബുദ്ധനുണ്ടായി, ഒരു സ്വാമി വിവേകാനന്ദനുണ്ടായി, അങ്ങനെ വല്ലപ്പോഴും കൂടി വീണ് കിട്ടേണ്ട നിധിയല്ല ഒരു മനുഷ്യ ജന്മം. നിരന്തരം എല്ലാ മനുഷ്യർക്കും ഒരുപോലെ അനുഭവിക്കാവുന്ന ഒന്നാണ്. ഈ പറയുന്ന ആത്മഗുരുക്കന്മാരെ എല്ലാവരെയും നമ്മൾ തൂത്തു ഉടച്ചു കളയുക. എന്നിട്ട് നമ്മുടെ അടുത്ത് നിൽക്കുന്നവനുമായിട്ട് സ്നേഹത്തോട് സഹവസിക്കാൻ എന്നെ കൊണ്ട് പറ്റാത്ത എന്തുകൊണ്ടാണെന്ന് ശ്രദ്ധിക്കുക. തീർന്നു, കാര്യം കഴിഞ്ഞു. എൻ്റെ അടുത്തിരിക്കുന്നവനായിട്ട് എനിക്ക് നല്ല സമ്പർക്കമില്ല. ഞാൻ ഗുരുക്കന്മാരെ അന്വേഷിച്ച് നടക്കുക, ഞാൻ ആത്മജ്ഞാനിയെ അന്വേഷിച്ച് നടക്കുക. എൻ്റെ അടുത്തിരിക്കുന്നവനായിട്ട് എനിക്ക് സ്നേഹത്തിൽ കഴിയാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? നിയമങ്ങൾ, മനുഷ്യനുണ്ടാക്കി വെച്ചിരിക്കുന്ന നിയമങ്ങൾ. ആ നിയമങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞാൻ കിടന്ന് പാടുപെടുന്നു. ഈ നിയമത്തിന് ജീവനുണ്ടോ? ഇല്ല. നമ്മളാകാൻ കാരണമായിട്ടുള്ള നിയമത്തിന് ജീവനുണ്ട്. അതാണ് നമ്മളെ ചലിപ്പിക്കുന്നത്. നമ്മളെ ചലിപ്പിക്കുന്ന നിയമം അതിന് ജീവനുള്ളതാ. അതിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന മനക്കണക്കിൽ ഒരു ജീവനുമില്ല. പ്രകൃതി നിയമം, പ്രപഞ്ച നിയമം എന്നൊക്കെ പറയും. അതെ, ആ പ്രകൃതി നിയമം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ശരീരം രൂപം കൊണ്ട് ശരീരത്തിനൊരു വ്യവസ്ഥയുണ്ട്. ശരീരം രൂപം കൊള്ളാൻ കാരണമായിട്ടുള്ള ഈശ്വരൻ വേറൊരു നിയമമാണ്. ബോധം വരുമ്പോൾ ഈശ്വരനായിട്ടുള്ള ബന്ധം വന്നു. ഭയങ്കര രസമാണ്, ഭയങ്കര സിമ്പിളാണ് മാഷ്. ഡാൻസൊക്കെ കളിച്ച് പാട്ടൊക്കെ പാടി ഇങ്ങനെ ഫുൾ ടൈം. എന്തിനു വേണ്ടിയിട്ടാ? ഒന്നിനു വേണ്ടിയിട്ടുമല്ല, ജീവിക്കാൻ. എനിക്ക് തന്നിട്ടുള്ളത് തന്നെയാണ് ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ഉള്ളത്. കോടിക്കണക്കിന് മനുഷ്യർക്കുള്ളത് എനിക്കുള്ളത് തന്നെയാണ്. പിന്നെ എന്താ തിരിച്ചറിയാനായിട്ട് എന്താ ബുദ്ധിമുട്ട്? വേറിട്ട് ഒരാൾ എവിടെയോ കാട്ടിലോ മലയിലോ പോയി തപസ് ചെയ്തിട്ട് അയാൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നിച്ചും കുറെ കാര്യങ്ങൾ പറഞ്ഞാൽ ആർക്കെങ്കിലും വല്ല ഗുണമുണ്ടോ? ഒരു ഗുണവുമില്ല. നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്ന പ്രവർത്തികൾ ഭംഗിയായിട്ട് ചെയ്തു കൊണ്ടുപോകുമ്പോൾ, ബുദ്ധൻ വീട് വിട്ട് ഇറങ്ങിപ്പോയി, എവിടെയോ പോയിരുന്നൊരു തപസ് ചെയ്തിട്ട് എന്തോ കുറെ ജ്ഞാനം കിട്ടി. നമുക്കൊരു കാര്യമില്ല കേട്ടാ, ഒരു കാര്യമില്ല. മനസ്സിലായ? സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ അത് നമ്മളിലുള്ളതാണ്. അത് ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്ത് അനുഭവം ഉണ്ടാകുന്നു തുടരുക. നമ്മുടെ അയൽവാസിയുമായിട്ട്, നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങളുമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ലേ? അതെന്തുകൊണ്ടാണെന്ന് പരിശോധിക്കുക. അത്രയേ ഉള്ളൂ. അതല്ലാത്ത വേറെ ഒരു പരിപാടിക്കും പോകണ്ട. നിരന്തരം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ വളരെ താല്പര്യത്തോടും സ്നേഹത്തോടും ശ്രദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉണർവാണ് ശരിക്കുള്ള ഉണർവ്. ആ ഉണർവ് തുടർന്നാൽ നമ്മൾ ഉണർന്നിരിക്കും. ഇത്രേ ആവശ്യമുള്ളൂ. വേറെ ഒരു യോഗാഭ്യാസം, ധ്യാനം, യാതൊരു സംഭവത്തിൻ്റെ പുറകെ പോകണ്ട. നിങ്ങൾ കഴിക്കുന്ന ആഹാരം കഴിക്കുക, ശ്രദ്ധയോട് കഴിക്കുക, വിശപ്പ് കെടുമ്പോൾ നിർത്തുക. രുചിക്ക് വേണ്ടിയിട്ട് കഴിക്കണ്ട. ആരും ആകാനും പറ്റത്തില്ല. നമ്മൾ എന്താക്കിയിരിക്കുന്നോ അതേ ആകാൻ പറ്റും. ഞാൻ വലിയ എഞ്ചിനീയർ ആകാം, മറ്റേതാകാം. എന്നിട്ട് ആയിട്ടുള്ളവരുടെ അവസ്ഥ കഷ്ടപ്പാടാണ്. ചില തൊഴിലൊക്കെ ഇരിക്കുന്നവർ, പ്രത്യേകിച്ച് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ, ഒരു തലക്കനെ കണ്ടു കഴിഞ്ഞാൽ, പോലീസുകാർ
നമ്മുടെ സമൂഹത്തിൽ അതിന് കാണുന്ന കാരണം അവര് അത് ഇഷ്ടമില്ലാത്ത ഒരു മേഖലയിൽ അവർ എത്തിപ്പെട്ടു എന്നതാണ്. തീർച്ചയായിട്ടും പാഷൻ ഇല്ലാത്ത ഒരു മേഖലയെ സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങി മാനസിക ഓടിയതല്ലേ, സമ്മർദ്ദങ്ങളാൽ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ മാതാപിതാക്കൾ തന്നെയല്ലേ കൊച്ചുകുട്ടിയെ പെട്ടെന്ന് നീ പഠിച്ചു വലുതാകടെ, നീ പഠിച്ചു വലുതാകടെ, നീ പഠിച്ചു അവനെ കണ്ടുപിടിക്കുക ഇവരെ കണ്ടുപിടിക്കുക. എല്ലാവരെയും കണ്ടുപിടിച്ച്. പക്ഷെ നമ്മൾ പോലീസുകാർ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെയാണ്. പോലീസുകാർ മറ്റുള്ളവരെ എല്ലാവരും ഒരുമാതിരി ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ഏറ്റവും മോശം ഒരു സ്വഭാവമാണ് പോലീസുകാർ ചെയ്യുന്നത്. ഒരു കാരണവശാലും മറ്റൊരു മനുഷ്യനെ നോക്കിയിട്ട് എന്ത് നീതികേടല്ലേ അത് കാണിക്കുന്നത്? ഒരു മനുഷ്യനോട് മുഖത്ത് നോക്കി മാന്യത ഇല്ലാണ്ട് സംസാരിക്കുക, മനസ്സിലായി? എൻ്റെ ഒരു പോലീസുകാരൻ എന്നാ പറയണത്. മനസ്സിലായി? ഒരിക്കലും പാടില്ല, മനുഷ്യനോട് ചെയ്യാൻ പാടില്ല. ഒരു മനുഷ്യനെ മാനസികമായിട്ട് അയാളെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ പാടില്ല, മനസ്സിലായി? ഞാൻ ഉയർന്നതാണെന്നും പറഞ്ഞുകൊണ്ടാണ് ഇത് ആ കാണിക്കുന്നത്. രീതി മാറി വരുന്നുണ്ട്. പഴയ കാലത്തെ അപേക്ഷിച്ച് വ്യത്യാസമുണ്ട്. ജനമൈത്രിയൊക്കെ ആയി വരും. ആർക്കും ആരെയും അങ്ങനെ പറയാനുള്ള ഒരു അധികാരം ആർക്കും ഒന്നുമില്ല. സ്നേഹം മാത്രമേ പാടുള്ളൂ. സ്നേഹത്തിന്റെ ഭാഷയാണ് വേണ്ടത്. എന്തേ? പച്ചക്കറി പച്ചക്കറി മലയാളം വേടാണ്. അവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ട്? 150 കിലോമീറ്റർ സ്കൂട്ടർ ഓടിച്ച് പുറകിൽ ഭാര്യയെ നിർത്തിക്കൊണ്ട് രാവിലെ 4:45 ഏർപ്പെടുന്നു. ആഹാ. അപ്പൊ പിന്നെ കുറച്ച് നേരം കിടക്കട്ടെ.